മലിനജലം കെട്ടിക്കിടക്കുന്നതോടെ കൊതുക് ശല്യം രൂക്ഷമാണെന്നും കുട്ടികൾക്കുൾപ്പെടെ അസുഖങ്ങൾ വിട്ടുമാറുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു. ചില പ്രതികരണങ്ങൾ കൂടി കേൾക്കാം. ഇത് കൊതുകിൻ്റെ ശല്യം കൊണ്ട് വീട്ടിൽ ഉറങ്ങാൻ കഴിയില്ല. മലമ്പനി മുതലായ പല രോഗങ്ങളും ഇവിടെ ഉണ്ട്. പിടികെട്ട് കിടക്കാണ് ഇവിടെ നാട്ടിലുള്ള എല്ലാ കുട്ടികൾക്കും. പിന്നാണെങ്കിൽ മര്യാദയ്ക്ക് ഒരു കല്യാണത്തിന് വരെ ആരും വരുന്നില്ല. എൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അയ്യോ അവിടെ മണത്ത് ഇതാക്കുന്നുണ്ട്, നിങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ വീട്ടിലൊരു ഫംഗ്ഷന് പോലും ഒരാളും വരുന്നില്ല. ഞങ്ങൾക്ക് കൗൺസിലർ പറഞ്ഞത് ഇതൊക്കെ സ്ലേവ് ഇട്ടുകൊണ്ടാണ്. അവിടെ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ അതിൻ്റെ പേരിൽ അവിടെ അത് ചെയ്ത് ഇങ്ങോട്ട് ഒന്നും ചെയ്യില്ല. പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചളി കോരിയിടും, അത് മഴ വന്നാൽ വീണ്ടും അത് അങ്ങോട്ട് തന്നെ മൂടും. വീട്ടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വൃത്തികെട്ട മണോ, മക്കൾക്ക് പനി വരിക, ഇടയ്ക്കിടയ്ക്ക് പനി, മേലൊക്കെ അങ്ങനെ കൊതുക് അടിച്ചിട്ട്, പിന്നെ പാമ്പിൻ്റെ ശല്യം, വേസ്റ്റ് നമ്മളെ മുന്നിലാണ് ആൾക്കാർ കൊണ്ടിടുന്നത്. പിന്നെ ഇവർ കോരിയതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. ഒരു തരം ഒച്ച് എന്താ സാധനം എന്നറിയില്ല, അത് വീട്ടിൻ്റെ അകത്തേക്ക് കയറുക, കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഇത് വാരി തോട്ടിനെടുത്ത് പുറത്തേക്ക് ഇട്ട് എന്നാൽ അത് വാരി കൊണ്ടുപോകുക, അങ്ങനത്തെ ഒരു ഇതുമില്ല. ഇത് അവിടെ തന്നെ ഇടുക. ഇവർ സ്ഥിരം ചെയ്യുന്ന പണിയാണിത്. തോട്ടിനെടുത്ത് ഇവിടെ ഇടുക, എന്നിട്ട് പോവുക, പിന്നെ ഒരു ഇതുമില്ല. നമ്മളെ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ കുറേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ആരും ഒന്നും പറയുന്നില്ല എന്നുള്ളൂ. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് ലക്ഷ്മിപ്രിയയാണ് ചേരുന്നത്. ലക്ഷ്മി, കിണറ്റിലെ വെള്ളം പോലും ഉപയോഗിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ് ജനങ്ങൾ എന്ന് ഈ റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കുകയാണ്. ഒപ്പം MLA ഫണ്ട് അടക്കം കാര്യമായി ഉണ്ടായിട്ടും നവീകരണ പ്രവർത്തനം എന്തുകൊണ്ടാണ് നിർത്തിവെച്ചത്? ഒപ്പം കൂടുതൽ പ്രതിഷേധിക്കാനാണോ നാട്ടുകാരുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും തീരുമാനം? വിശദാംശങ്ങൾ. കുറേ വർഷങ്ങളായി ഇവിടെയുള്ള ജനങ്ങൾ ഇത്തരത്തിൽ ഒരു പ്രശ്നം നേരിടുന്നുണ്ട്. ഇതിനെതിരെ പല തവണ കോർപ്പറേഷനിലടക്കം പരാതി നൽകിയിട്ടും ഇതിനെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നത്. ഇവിടെയുള്ള പ്രധാന പ്രശ്നം ഈ തോട്ടിലുള്ള വെള്ളം ഒഴുകിപ്പോകുന്നില്ല എന്നതാണ്. അപ്പോൾ ഇതിൽ മണ്ണ് നീക്കം ചെയ്യാൻ കോർപ്പറേഷനിലെ ആളുകൾ പലപ്പോഴായി എത്താറുണ്ട്. എന്നാൽ അവർ മണ്ണ് സമീപ പ്രദേശത്തേക്ക് നീക്കം ചെയ്തതിന് ശേഷം ഇവർ പിന്നീട്, അതായത് ഇവിടെയുള്ള മണ്ണ് മാറ്റും എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു പോകാറാണ് പതിവ്. എന്നാൽ അവർ തിരിച്ച് മടങ്ങി വരാറില്ല. ഇതിനെ തുടർന്ന് പിന്നെ അവിടെ മഴ പെയ്യുകയും അതേസമയം ഇവിടെയുള്ള ഈ പുറത്തേക്ക് എടുത്തു വെച്ച മണ്ണും അതുപോലെ തന്നെ മലിനജലവും വീട്ടിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതേസമയം ഇവിടെയുള്ള ആഫ്രിക്കൻ ഒച്ചുകളും വീട്ടിലേക്ക് എത്താറുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതെല്ലാം ഇവർക്ക് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അതുപോലെ തന്നെ കൊതുക് ശല്യം വളരെ രൂക്ഷമാണ്. അതുകൊണ്ട് തന്നെ ഡെങ്കിപ്പനി അടക്കമുള്ള അസുഖങ്ങളാണ് ഇവിടെയുള്ള പല ആളുകൾക്ക് പലപ്പോഴായി പിടിപെടുന്നത്. ഈ അസുഖങ്ങളും അതുപോലെ തന്നെ ഈ ദുർഗന്ധവും മൂലം നാട്ടുകാർ വലയുന്ന സാഹചര്യമാണുള്ളത്. ഇതേ തുടർന്ന് ജനുവരി 5 പ്രതിഷേധം ശക്തമാക്കാനാണ്, അതായത് നിരാഹാര സമരവുമായി മുന്നോട്ട് പോകാനാണ് BJPയുടെ തീരുമാനം. ഏതായാലും നാട്ടുകാരും എല്ലാവരും പ്രതിഷേധം ശക്തമാക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത്. കിണറിലെ വെള്ളം അടക്കം ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ കോർപ്പറേഷനിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഭക്ഷണം ഉണ്ടാക്കാനും മറ്റു ആവശ്യങ്ങൾക്കുമായിട്ടെല്ലാം ഉപയോഗിക്കുന്നത്.